നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. സൗദി അറേബ്യയിൽ 327 പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചു. ചികിത്സയിലായിരുന്ന 371 പേരാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ സുഖം പ്രാപിച്ചത്. രാജ്യത്ത് വിവിധയിടങ്ങളിൽ ചികിത്സയിൽ കഴിയുന്നവരിൽ 5 പേർ മരിച്ചു. ഇതുവരെ രോഗം സ്ഥിരീകരിച്ചവരുടെ ആകെ എണ്ണം 3,74,029 ഇതിൽ 3,65,017 പേർ സുഖം പ്രാപിച്ചു. ആകെ മരണസംഖ്യ 6,450 2,562 പേർ രാജ്യത്തെ വിവിധ ആശുപത്രികളിലും മറ്റുമായി ചികിത്സയിൽ കഴിയുകയാണ്. ഇതിൽ 493 പേരുടെ നില ഗുരുതരമാണ്. ബാക്കിയുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 97.6%, മരണനിരക്ക് 1.7% തുടരുന്നു. UAE-യിൽ 3,294 പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ചികിത്സയിലായിരുന്ന 3,431 പേർ കൂടി രോഗമുക്തരായപ്പോൾ 18 കോവിഡ് മരണങ്ങൾ കൂടി രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 1,71,667 കോവിഡ് പരിശോധനകളാണ് പുതുതായി രാജ്യത്ത് നടത്തിയത്. ഇതുവരെ 2.88 കോടിയിലധികം കോവിഡ് പരിശോധനകൾ രാജ്യത്ത് നടത്തിക്കഴിഞ്ഞതായി ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം UAE-യിൽ 3,61,877 പേർക്ക് കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കുവൈറ്റിൽ ആഴ്ചകൾക്ക് ശേഷം പുതിയ കോവിഡ് കേസുകളേക്കാൾ അധികം രോഗമുക്തി നിരക്ക്. വ്യാഴാഴ്ച 979 പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ഇതുവരെ 1,81,484 പേർക്കാണ് കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. 8 മരണം റിപ്പോർട്ട് ചെയ്തു. ഇതോടെ ആകെ മരണം 1,027 986 പേർ കൂടി രോഗമുക്തി നേടി. ഇതുവരെ കുവൈറ്റിൽ കോവിഡ് മുക്തരായത് 1,69,406 പേരാണ്. ബാക്കി 11,051 പേർ ചികിത്സയിൽ കഴിയുകയാണ്. 153 പേർ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്നു. തീവ്രപരിചരണ വിഭാഗത്തിൽ 14 പേർ വർദ്ധിച്ചിരിക്കുകയാണ്. ഒമാനിൽ 288 പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കോവിഡ് ബാധിച്ച് രാജ്യത്ത് പുതുതായി മരണങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 332 പേർ കൂടി രോഗമുക്തരായി. ഇതുവരെ 1,38,494 പേർക്കാണ് കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇവരിൽ 1,30,084 പേരും രോഗമുക്തരായിട്ടുണ്ട്. 1,549 പേരാണ് കോവിഡ് ബാധിച്ച് രാജ്യത്ത് ആകെ മരണപ്പെട്ടത്. നിലവിലെ കണക്കുകൾ അനുസരിച്ച് രോഗമുക്തി നിരക്ക് 94%. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 24 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവരുൾപ്പെടെ 155 പേർ ഇപ്പോൾ ആശുപത്രികളിൽ കഴിയുന്നുണ്ട്. ഇവരിൽ 56 പേരുടെ നില ഗുരുതരമാണ്. കൊറോണ വൈറസിന്റെ ജനിതകമാറ്റം സംഭവിച്ച പുതിയ വകഭേദം കണ്ടെത്തിയ സാഹചര്യത്തിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ 3 ആഴ്ചത്തേക്ക് തുടരുമെന്ന് ബഹ്റൈൻ അറിയിച്ചു. കോവിഡ് പ്രതിരോധത്തിനുള്ള നാഷണൽ മെഡിക്കൽ ടീമാണ് ഇക്കാര്യം അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. ഫെബ്രുവരി 21 മുതൽ മാർച്ച് 14 വരെയാണ് നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിലുണ്ടാകുക. സർക്കാർ ഓഫീസുകളിൽ 70% വരെ ജീവനക്കാർക്ക് വീട്ടിലിരുന്ന് ജോലി അനുവദിക്കുന്നതാണ്. സർക്കാർ, സ്വകാര്യ സ്കൂൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നേരിട്ടെത്തിയുള്ള അധ്യയനം ഉണ്ടാകുന്നതല്ല. ഓൺലൈൻ പഠനം പതിവ് പോലെ തന്നെ തുടരും. ഇൻഡോർ ജിംനേഷ്യങ്ങളും നീന്തൽക്കുളങ്ങളും അടച്ചിടും. സ്വകാര്യ ജിംനേഷ്യങ്ങൾക്ക് പുറത്തുള്ള കായിക പരിശീലനങ്ങൾ 30 പേരിൽ അധികമാകാതെ നടത്താം. ഖത്തർ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് പോകുന്നവർക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണെന്ന വ്യവസ്ഥ ഫെബ്രുവരി 22 മുതൽ പ്രാബല്യത്തിൽ വരും. നേരത്തെ ടിക്കറ്റ് എടുത്തവർക്കടക്കം ഇനി നാട്ടിലേക്ക് പോകാൻ കോവിഡ് പരിശോധന നടത്തേണ്ടി വരും. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം ബുധനാഴ്ച പുറപ്പെടുവിച്ച പുതിയ മാർഗനിർദ്ദേശങ്ങളിലാണ് ഇതടക്കമുള്ള നിബന്ധനകൾ ഉള്ളത്. യാത്രാ ആവശ്യങ്ങൾക്കായി ഖത്തറിൽ സർക്കാർ മേഖലയിലും സ്വകാര്യ ആശുപത്രികളിലും കോവിഡ് ടെസ്റ്റ് നടത്താനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഫലം തൊട്ടടുത്ത ദിവസം തന്നെ എത്തുന്നതായിരിക്കും. തിരുവനന്തപുരത്ത് എയർ ഇന്ത്യ വിമാനം അടിയന്തരമായി ഇറക്കി. ഷാർജയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന വിമാനമാണ് യന്ത്ര തകരാറിനെ തുടർന്ന് തിരുവനന്തപുരത്ത് ഇറക്കിയത്. വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കാൻ അനുമതി നേടുകയായിരുന്നു. ലാൻഡിംഗ് വേളയിൽ വിമാനത്താവളത്തിൽ കനത്ത ജാഗ്രതയും പുലർത്തിയിരുന്നു. അപായം ഒഴിവാക്കുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിരുന്നു. 12:40ഓടെയാണ് വിമാനം അടിയന്തരമായി നിലത്തിറക്കിയത്. യാത്രക്കാർ സുരക്ഷിതരാണെന്ന് എയർപോർട്ട് അധികൃതർ അറിയിക്കുകയും ചെയ്തു. ഫെബ്രുവരി 22 മുതൽ സൗദിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പോകണമെങ്കിൽ കോവിഡ് ടെസ്റ്റ് അടക്കം പുതിയ നിബന്ധനകൾ കർശനമാക്കി. യാത്രയ്ക്കായി ഇന്ത്യ ഗവൺമെന്റ്, ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം എന്നിവയിൽ നിന്ന് ലഭിച്ച മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ചുവടെയുള്ള നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. എല്ലാ യാത്രക്കാരും ഷെഡ്യൂൾ ചെയ്ത് യാത്രയ്ക്ക് മുമ്പായി ഓൺലൈൻ എയർ സുവിധ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. യാത്ര ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് 72 മണിക്കൂറിനുള്ളിൽ ഈ പരിശോധന നടത്തിയിരിക്കണം.
UAE-യിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റാസൽ ഖൈമയിലെ 1484 ബൈപ്യൂറോ താൽക്കാലികമായി അടച്ചുപൂട്ടുന്നു. എമിറേറ്റിലെ പുതുക്കിയ കോവിഡ് മാനദണ്ഡങ്ങളുടെ പശ്ചാത്തലത്തിലാണ് തീരുമാനമെന്ന് റെസ്റ്റോറന്റ് അധികൃതർ വ്യാഴാഴ്ച വ്യക്തമാക്കി. റാസൽ ഖൈമയിലെ ജബൽ ജേസിൽ സമുദ്രനിരപ്പിൽ നിന്ന് 1484 മീറ്റർ ഉയരത്തിലാണ് റെസ്റ്റോറന്റ് സ്ഥിതി ചെയ്യുന്നത്. ഉയരത്തിന്റെ അളവ് വെച്ചാണ് റെസ്റ്റോറന്റിന് പേര് നൽകിയിരിക്കുന്നത്. രാജ്യത്തിന്റെ ഏറ്റവും ഉയരത്തിലുള്ള 1484 റെസ്റ്റോറന്റ് കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ആരംഭിച്ചത്. മലയാളികൾ ഉൾപ്പെടെ പ്രവാസികൾക്ക് വൻ തിരിച്ചടി നൽകുന്ന തീരുമാനമായി സൗദി ഭരണകൂടം രംഗത്തെത്തി. പ്രവാസികൾ പ്രധാനമായും ജോലി ചെയ്യുന്ന റെസ്റ്റോറന്റുകൾ, കഫേകൾ, ഹൈപ്പർ മാർക്കറ്റുകൾ, മാളുകൾ തുടങ്ങിയ സ്ഥാപനങ്ങളിലെ ജോലികൾ കൂടി സ്വദേശിവൽക്കരിക്കാൻ തീരുമാനിച്ചതായി സൗദി മനുഷ്യവിഭവ സാമൂഹ്യ വികസന മന്ത്രാലയം അറിയിച്ചു. ഇതിനുള്ള നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്ന് മന്ത്രി അഹമ്മദ് അൽ റാജിഹി വ്യക്തമാക്കി. സ്വകാര്യ മേഖലയിൽ സൗദികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ റെസ്റ്റോറന്റുകളിലെയും മറ്റും ഏതൊക്കെ ജോലികളാണ് സ്വദേശികൾക്ക് മാത്രമാവുക എന്ന കാര്യം മന്ത്രി ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തീരുമാനങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകുന്നതാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ സൗദിയിൽ മഞ്ഞുവീഴ്ചയും തണുപ്പും ശക്തമാകുമെന്ന് മുന്നറിയിപ്പ്. വടക്കൻ സൗദിയിലായിരിക്കും താപനില 0 ഡിഗ്രിയിൽ നിന്ന് താഴുന്നതെന്നാണ് റിപ്പോർട്ട്. ശക്തമായ മഞ്ഞുവീഴ്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു. പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിലാണ് മഞ്ഞുവീഴ്ച അനുഭവപ്പെടാൻ സാധ്യതയെന്നാണ് റിപ്പോർട്ട് ലഭിക്കുന്നത്. വടക്കൻ സൗദിയിലെ തബൂക്ക്, അൽജൌഫ് ഭാഗങ്ങളിലായിരിക്കും മഞ്ഞുവീഴ്ച ഉണ്ടാകുക. ശക്തമായ കാറ്റോടുകൂടി മഴ പെയ്യാനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.